ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇരുമ്പുരുക്ക് വ്യവസായശാലകളെക്കുറിച്ചാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാട്ടിൽ 1930 വന്ന പോർട്ട് നോവ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വൻകിട ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതെന്ന് ചോദിച്ചാൽ അത് ജംഷഡ്പൂരിൽ വന്ന ടോസ്കോ എന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല അത് ബൊക്കാറോ ആണ്. സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ബൊക്കാറോ ജാർഖണ്ഡിലാണ്. നിലവിൽ വന്നത് 1964 ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാഭകരമായ ഇരുമ്പുരുക്ക് വ്യവസായശാല ഭിലായ് ഛത്തീസ്ഗഡിലുള്ള ഭിലായ് ആണ്. 1959 ഇത് നിലവിൽ വന്നത്. ഇന്ത്യയുടെ ഇരുമ്പ് നഗരം എന്നറിയപ്പെടുന്ന സിറ്റി ജംഷഡ്പൂരാണ്. ഇന്ത്യയുടെ ഇരുമ്പ് നഗരം എന്നറിയപ്പെടുന്ന സിറ്റി ജംഷഡ്പൂർ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നാമത്തെ രാജ്യം ചൈനയാണ്. അത് കഴിഞ്ഞാൽ ഇന്ത്യയാണ്. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. ദക്ഷിണ ഇന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല വിശ്വേശ്വരയ്യ ഇരുമ്പുരുക്ക് നിർമ്മാണശാല കർണാടക സംസ്ഥാനത്തിലാണത്. അതുപോലെ കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായശാല എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഉൾപ്പെടുന്നത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയായ ബൊക്കാറോ 3ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് ഉൾപ്പെടുന്നത്. അതുപോലെ ബ്രിട്ടൻ്റെ സഹായത്തോടെ നിലവിൽ വന്ന ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ദുർഗാപൂർ. അത് പശ്ചിമ ബംഗാളിലാണ്. താങ്ക്